ക്വസ്റ്റ്യൻ നമ്പർ 90. ക്വസ്റ്റ്യൻ നോക്കാം. The sum of all the roots of the equation x minus 1 the whole square minus 5 into mod x minus 1 plus 6 equal to 0. അപ്പൊ നോക്കിയേ മക്കളെ, നമുക്കവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷന്റെ റൂട്ട്സിന്റെ എല്ലാം കൂടി സം ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ തന്നിരിക്കുന്ന ഇക്വേഷനെ എനിക്ക് ആദ്യത്തെ ടൈം നോക്കിയേ എക്സ് മൈനസ് 1 the whole square അല്ലേ. ഈ എക്സ് മൈനസ് 1 the whole squareനെ എനിക്ക് വേണമെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 the whole square എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ അല്ലെ. കാരണം മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആകും, സ്ക്വയർ എടുത്താലും പോസിറ്റീവ് ആണ്, വ്യത്യാസമൊന്നും വരാനില്ല. അപ്പോൾ എക്സ് മൈനസ് 1 the whole squareനെ എനിക്ക് വേണമെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 the whole square എന്ന് വേണമെങ്കിലും എഴുതാം അല്ലെ. മൈനസ് രണ്ടാമത്തെ ടൈം ഞാൻ അങ്ങനെ തന്നെ എഴുതി 5 into mod x minus 1 plus 6 equal to 0. ഇപ്പൊ ഇത് മോഡ് എക്സ് മൈനസ് 1 ഒരു ക്വാഡ്രാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ, ശരിയല്ലേ. ഈ ക്വാഡ്രാറ്റിക്കിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ക്വാഡ്രാറ്റിക്കിനെ സോൾവ് ചെയ്താൽ എനിക്ക് മോഡ് എക്സ് മൈനസ് 1 വാല്യൂസ് കിട്ടും. ഈ ക്വാഡ്രാറ്റിക് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം. ഏതൊക്കെയാ നമ്പറുകൾ? -2 ഉണ്ട്, അതുപോലെ തന്നെ -3 ഉണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെയല്ലേ ഈ ക്വാഡ്രാറ്റിക്കിനെ എന്ത് ചെയ്യാൻ പറ്റുക? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റുക. ഓരോ ഫാക്ടറും 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മോഡ് എക്സ് മൈനസ് 1 is equal to 2 എന്ന് കിട്ടും. അതല്ലെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 is equal to 3 എന്ന് കിട്ടും. ശരിയാണല്ലോ. മോഡ് എക്സ് മൈനസ് 1 2 ആണെങ്കിൽ എക്സ് മൈനസ് 1 എത്രയാണ് മക്കളെ? +or-2 കിട്ടും. മോഡ് എക്സ് മൈനസ് 1 3 ആണെങ്കിലോ എക്സ് മൈനസ് 1 എന്നുള്ളത് +or-3 എന്നല്ലേ കിട്ടുക, ശരിയാണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ് is equal to +or-2 + 1 എന്ന് എഴുതാം. ഇവിടെ എക്സ് is equal to +or-3 + 1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സിന് നമുക്ക് 3 കിട്ടും, അല്ലെങ്കിൽ -1 ആകാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ -2 ആകാം. അപ്പൊ 4 റൂട്ടുകളാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉള്ളത്. ഏതൊക്കെയാ 4 റൂട്ട്സ്? 3 ഉണ്ട്, -1 ഉണ്ട്, 4 ഉണ്ട്, -2 ഉണ്ട് അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? ഈ റൂട്ടുകളുടെ എല്ലാം കൂടെ സം അല്ലേ. അപ്പൊ സം ഓഫ് ദ റൂട്ട്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 + -1 + 4 + -2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 4 എന്നല്ലേ വരിക. 4 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്.